സ്നേഹം, ദിവ്യസ്നേഹം, സ്നേഹം, ദിവ്യസ്നേഹം. ദൈവത്തിൻ്റെ പട്ടണമെന്ന് വിളിക്കപ്പെടുന്നതായ യെരുശലേം, അവിടെ ഒരുപാട് മലകളുണ്ട്. ഒരു വശത്ത് സിയോൻ മല, മറുവശത്ത് മോറിയാമല, ഒലിവുമല, കാൽവറി മല, മലകളാൽ നിറഞ്ഞിരിക്കുന്നതായ സ്ഥലങ്ങളാണിത്. ദാവീദ് ആടുകളെ മേയിച്ചുകൊണ്ട് നിരാശയോടുകൂടി, ദുഃഖത്തോടുകൂടി ഞാനെന്താണ് ഇങ്ങനെയായിപ്പോയത് എന്നൊന്നും അവൻ ചിന്തിച്ചിരുന്നില്ല. മറിച്ച് അവൻ യെരുശലേമിലേക്ക് നോക്കിക്കൊണ്ട് പ്രാർത്ഥിക്കുമായിരുന്നു. എന്താണ്? എനിക്ക് കയറുവാൻ കഴിയാത്ത ഉയരമുള്ള പർവ്വതത്തിലേക്കെന്നെ കയറ്റേണമേ എന്ന്. ഈ കാലത്തുള്ള മനുഷ്യർക്ക് എന്താണ് കുറവെന്ന് ചോദിച്ചാൽ, ഇങ്ങനെയുള്ള പോസിറ്റീവ് ആലോചനയില്ല, പോസിറ്റീവ് തിങ്കിങ് ഇല്ല. രണ്ടുപേർ ചപ്പുചവറുകൾക്കിടയിൽ ഇരുന്നു കൊണ്ട് സംസാരിക്കുകയായിരുന്നു. ഒരാൾ പറഞ്ഞു, നോക്ക് എന്തൊരു ചപ്പുചവറാണ്, ഓ എന്തൊരു നാറ്റമാണ് ഇവിടെ ഉള്ളത്, എവിടെ നോക്കിയാലും മാലിന്യമാണ്, മാലിന്യമാണ്, ഹോ കഷ്ടം, മാലിന്യമാണ്, മാലിന്യമാണ്, മാലിന്യമാണ് എന്ന് പറഞ്ഞ് കരയുകയാണ്. മറ്റേയാൾ അതേ മാലിന്യത്തിൽ ഇരുന്നു കൊണ്ട് മുകളിൽ ആകാശത്തേക്ക് നോക്കുകയാണ്. അബ്ബാ, ആകാശം എത്ര മനോഹരമായിരിക്കുന്നു, നക്ഷത്രങ്ങൾ എത്ര സുന്ദരമായിരിക്കുന്നു, ചന്ദ്രൻ നോക്ക് നല്ലവണ്ണം പ്രകാശിക്കുന്നുണ്ട്, ഹാ എത്ര വിശാലമായ ആകാശമാണ്, എത്ര വലിയ ദൈവമാണ് നമ്മുടെ ദൈവം. രണ്ടുപേരും എവിടെയാണ്? രണ്ടുപേരും മാലിന്യത്തിൽ തന്നെയാണ് ഇരിക്കുന്നത്. ഒരാൾ ആ കുപ്പ കണ്ടിട്ട് കരയുകയാണ്, മറ്റൊരാൾ ആകാശത്തേക്ക് നോക്കി ദൈവത്തിൽ സന്തോഷിക്കുന്നു. നാം ദുഃഖിക്കുന്ന സമയങ്ങളിൽ, നിരാശപ്പെട്ടിരിക്കുന്നതായ സമയത്ത്, പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത്, പരാജയങ്ങൾ ഉണ്ടാകുന്ന സമയത്ത്, ആ പരാജയങ്ങളെ നീ നോക്കുകയാണെങ്കിൽ തളർന്നു പോകും. എന്നാൽ ആ സമയത്ത് നീ മുഴങ്കാലിൽ ഇരുന്നു കൊണ്ട് ദൈവത്തിന്റെ ഹിതത്തെ ആരാഞ്ഞാൽ, ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കിയാൽ, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം ചിന്തിച്ചു നോക്കുകയാണെങ്കിൽ ദൈവസന്നിധിയിൽ നാം എത്ര ഉന്നതന്മാരാണ്, എത്ര അനുഗ്രഹിക്കപ്പെട്ടവരാണെന്ന് മനസ്സിലാക്കുവാൻ കഴിയും. ദാവീദ് മുകളിലേക്ക് നോക്കിക്കൊണ്ട് ആ പർവ്വതത്തിലേക്ക് എന്നെ കയറ്റണമേ, ആ ഉയരമുള്ളതായ പർവ്വതത്തിലേക്ക് എന്നെ കയറ്റണമേ, എന്നെ ഒരു പട്ടാളക്കാരനാക്കി മാറ്റണമേ, എൻ്റെ സഹോദരന്മാരെ പോലെ ആക്കണമേ, എൻ്റെ ചേട്ടനെ പോലെ കമാൻഡറാക്കണമേ, രണ്ടാമത്തെ ചേട്ടനെ പോലെ. ഇതൊന്നും ചോദിച്ചില്ല. എന്താണ് ചോദിക്കുന്നത്? അതുപോട്ടെ, എന്നെ ശൗലിനെ പോലെ രാജാവാക്കണമേ എന്നും അവൻ ചോദിച്ചില്ല. എന്താണ് ചോദിച്ചത്? ആ പർവ്വതത്തിലേക്ക് എന്നെ കയറ്റണമേ, എനിക്കതിന് കയറുവാൻ കഴിയത്തില്ല, എന്നാൽ എന്നെ നീ കയറ്റണമേ. ഞാൻ പർവ്വതത്തിൽ കയറുമെന്നല്ല പറയുന്നത്, എന്നെ കയറ്റണമേ. കയറാൻ കഴിയുമോ? കയറുവാൻ കഴിയത്തില്ല. ആ സിയോൻ പർവ്വതത്തിന്റെ മുകളിലേക്ക് ചക്രവർത്തിയായി അവൻ മാറി. അവിടെ തന്നെ അവനെ പട്ടാഭിഷേകം ചെയ്യാനിടയായി. ദേവദാരു കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നതായ കൊട്ടാരത്തിൽ അവൻ അവിടെ താമസിച്ചു. അതൊന്നും അവൻ ചിന്തിച്ചിരുന്ന കാര്യമല്ല. കഴിയുമെങ്കിൽ ആ മലയിൽ കയറിയിട്ട് വരണമെന്നാണ് അവൻ വിചാരിച്ചത്. എന്നാൽ അവന്റെ രാജധാനി അവിടെ ഉണ്ടാക്കാനിടയായി. നമ്മുടെ ജീവിതത്തിൽ നാം മനസ്സിലാക്കണം, നമ്മുടെ വിചാരങ്ങളെക്കാൾ അവന്റെ വിചാരങ്ങൾ എത്രയോ ഉന്നതമായിരിക്കുന്നു. യെശയ്യാവിന്റെ പുസ്തകം 55-ാം അധ്യായം 8-9 വാക്യങ്ങൾ. എന്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങൾ അല്ല, നിങ്ങളുടെ വഴികൾ എന്റെ വഴികളുമല്ല എന്നു യഹോവ അരുളി ചെയ്യുന്നു. ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ എന്റെ വഴികൾ നിങ്ങളുടെ വഴികളിലും എന്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളിലും ഉയർന്നിരിക്കുന്നു. നിങ്ങളുടെ വിചാരം അവിടെ വരെയേ പോവുകയുള്ളൂ. എന്റെ വിചാരങ്ങൾ ഭൂമിയിൽ നിന്ന് ആകാശം ഉയർന്നിരിക്കുന്നത് പോലെ അതാർക്കും കണക്കുകൂട്ടി പറയുവാൻ കഴിയുന്നതല്ല. നാം കാണുന്ന ആകാശത്തിന് മേൽ തന്നെ മധ്യാകാശമുണ്ട്. ആ മധ്യാകാശത്തിന് മീതെ മൂന്നാമത്തെ ആകാശമുണ്ട്. ഇപ്പോൾ ഉള്ള ആകാശം തന്നെ എത്ര റോക്കറ്റുകൾ അയച്ചാലും ബഹിരാകാശ പേടകം അയച്ചാലും പുതിയത് കണ്ടുപിടിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതായത് അവന്റെ വിചാരത്തിന്റെ ആഴം കണ്ടുപിടിക്കുന്നത് നമ്മെക്കൊണ്ട് സാധിക്കുന്നതല്ല എന്നാണ്. നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയത്തില്ല. മറ്റൊരിടത്ത് ദാവീദ് പറയുന്നു, ദൈവമേ നിന്റെ വിചാരങ്ങൾ എനിക്ക് എത്ര ഘനമായവ, അവ എണ്ണിയാൽ മണലിനേക്കാൾ അധികം. ഒരു പിടി മണലെടുത്തിട്ട് എണ്ണി തിട്ടപ്പെടുത്തുവാൻ പറഞ്ഞാൽ നമുക്കത് കഴിയുമോ ശരിയായിട്ട്? നിന്റെ ജീവിതത്തെക്കുറിച്ച് ദൈവത്തിന്റെ വിചാരങ്ങളെ നോക്കുമ്പോൾ നിന്നെക്കുറിച്ചുള്ള ദൈവത്തിന്റെ വിചാരം അങ്ങനെയാണ്. എന്നാൽ നാം ഒരു പരാജയം സംഭവിക്കുമ്പോൾ നാം നിന്നു പോകുന്നു. നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം സംഭവിച്ചാലും
നിങ്ങൾ കേൾക്കുന്നുണ്ടോ ഇല്ലയോ? എന്തെല്ലാം സംഭവിച്ചാലും അതെന്റെ നന്മയ്ക്ക് വേണ്ടിയാണ്, ഇത് ദൈവത്തിന്റെ പദ്ധതിയിൽ ഒരു ഭാഗമാണ് എന്ന് നീ വിശ്വസിച്ചാൽ, ആഹാ, അമ്മായിമ്മ ചീത്ത വിളിച്ചു, ഹല്ലേലൂയ. ദൈവം ആദ്യം തന്നെ ഇത് അവന്റെ പ്രോഗ്രാമിൽ ഇത് വച്ചിട്ടുണ്ട്. ഈ ഡയലോഗുകൾ അമ്മായിയമ്മയുടെ വായിൽ നിന്ന് വരുമ്പോൾ ഞാൻ നിരാശപ്പെട്ടു പോകാൻ പാടില്ല. ഞാൻ തിരിച്ച് അവരെ ചീത്ത വിളിക്കാൻ പാടില്ല. എന്റെ റിയാക്ഷൻസ് എങ്ങനെയായിരിക്കണം എന്ന് ദൈവം മനസ്സിലാക്കുന്നതിനായിട്ട് എനിക്ക് ടെസ്റ്റ് വച്ചിരിക്കുകയാണ് എന്ന് ചിന്തിക്കണം. നീ നന്മ ചെയ്യുന്ന ആളുകൾ നിനക്ക് തിന്മ ചെയ്യുന്ന സമയത്ത്, നീ വിശ്വസിച്ചവർ നിനക്ക് ദ്രോഹം ചെയ്യുമ്പോൾ, നീ പ്രതീക്ഷിച്ച ആളുകൾ നിന്നെ സഹായിക്കാതെ ഇരിക്കുമ്പോൾ, സഹിക്കാൻ വളരെ ബുദ്ധിമുട്ടാണത്. കൂടെ നിന്നിട്ട് ചതിക്കുന്ന ആളുകളെ എങ്ങനെയാണ് സഹിക്കുന്നത്? കുതികാൽ വെട്ടുന്നവനെ എങ്ങനെ സഹിക്കാൻ കഴിയും? എന്നാൽ അവയെല്ലാം ദൈവത്തിന്റെ പദ്ധതിയിൽ ഒരു ഭാഗമാണ്. വചനം പറയുന്നു, ഇടർച്ച വരുന്നത് ആവശ്യം തന്നെ, എങ്കിലും ഇടർച്ച വരുത്തുന്ന മനുഷ്യൻ അയ്യോ കഷ്ടം. യൂദാ ഇസ്കരിയോത്ത് അങ്ങനെ പ്രവർത്തിച്ചതിൽ ദൈവത്തിന് ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നു. യേശുവിനെ ഒറ്റിക്കൊടുക്കുന്നതിന് വേണ്ടി ഒരു വ്യക്തി വേണം. എന്നാൽ യൂദാ ഇസ്കരിയോത്ത് എന്ന് പറഞ്ഞ് ദൈവം സെലക്ട് ചെയ്തില്ല. ആ പണിക്ക് ബലഹീനനായവനായതുകൊണ്ട്, അവൻ പിശാചിന് കീഴ്പ്പെട്ടതുകൊണ്ട്, എന്റെ കൂടെയുള്ളവൻ എന്തുകൊണ്ടാണ് എന്നെ ഒറ്റിക്കൊടുത്തത് എന്ന് പറഞ്ഞ് കർത്താവ് യൂദാ ഇസ്കരിയോത്തിനോട് കോപിക്കുവാനിടയായില്ല. നീ ദ്രോഹിയാണോ എന്നവനെ നോക്കി പറഞ്ഞില്ല. എന്താണ് കർത്താവ് പറഞ്ഞത്? ഒറ്റിക്കൊടുക്കുന്നവനെ ആരെങ്കിലും സ്നേഹിത എന്ന് വിളിച്ചിട്ടുണ്ടോ? ദ്രോഹി, ദുർമാർഗി എന്നാണ് വിളിക്കാറുള്ളത്. നമ്മുടെ ജീവിതത്തിൽ നമുക്കൊന്ന് പഠിക്കുവാൻ കഴിയും. എന്തെല്ലാം സംഭവിച്ചാലും എന്റെ ദൈവം അറിയാതെ ഒന്നും സംഭവിക്കുകയില്ല. ജീവിതത്തിൽ എപ്പോഴും സുഖങ്ങളും ദുഃഖങ്ങളും ഉണ്ടാകും. സന്തോഷമുണ്ടായിരിക്കും, കണ്ണുനീറുണ്ടായിരിക്കും. നമ്മെ പുകഴ്ത്തുന്ന ആളുകളുമുണ്ട്, നമ്മെ നിന്ദിക്കുന്നതായ ആളുകളുമുണ്ട്. നമുക്ക് നൽകുന്ന ആളുകളുമുണ്ട്, നമ്മിൽ നിന്ന് തട്ടിയെടുക്കുന്ന ആളുകളുമുണ്ട്. നമുക്ക് ഉപകാരം ചെയ്യുന്നവരുമുണ്ട്, നമ്മെ ഉപയോഗിക്കുന്നതായ ആളുകളുമുണ്ട്. എന്നാൽ നാം എല്ലാ സാഹചര്യത്തിലും കർത്താവിൽ തന്നെ ആശ്രയിക്കുവാൻ പഠിക്കേണ്ടതാണ്. ഹല്ലേലൂയ. എഴുന്നേറ്റ് നിൽക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മെ തന്നെ നമുക്കൊന്ന് പരിശോധിക്കാം. എന്റെ ജീവിതത്തിൽ എന്താണ് ദുഃഖമുള്ളത്, സങ്കടം ഉള്ളത്, ഭാരം ഉള്ളത്, ആകുലത ഉള്ളത്? ഞാൻ ജീവിതത്തിൽ എന്തിനെ ഓർത്താണ് കരയുന്നത്? എന്തിനെ ഓർത്താണ് ഞാൻ ഏറ്റവും കൂടുതൽ ദുഃഖിക്കുന്നത് എന്ന് ആദ്യം തന്നെ നമ്മയൊന്ന് പരിശോധിക്കാം. എന്തുകൊണ്ടാണ് നാം തളർന്നു പോകുന്നത്? എന്തുകൊണ്ടാണ് നീ സങ്കടപ്പെടുന്നത്? ഏതു വിഷയത്തിലാണ് നീ ആകുലപ്പെടുന്നത്? ദൈവത്തോട് പറയുക, കർത്താവേ, നിനക്ക് സ്തോത്രം കരയറ്റുന്നു. നിന്നെ പോലെയുള്ള ഒരു ദൈവം എനിക്ക് കിട്ടിയതിൽ ഞാൻ ധന്യനാണ്. എന്തിനു വേണ്ടിയാണ് ഞാൻ ആകുലപ്പെടേണ്ടത്? ഞാൻ എന്തിനെന്റെ ജീവിതത്തിൽ ദുഃഖിക്കണം? കർത്താവേ, എന്റെ ചിന്തകളെല്ലാം നിന്റെ മേലിടുകയാണ്. ഈ ദിവസം മുതൽ നിന്റെ സാക്ഷിയായിട്ട് ഞാൻ ജീവിക്കും. ലോകചിന്തകളെല്ലാം ഉപേക്ഷിച്ച് ക്രൂശിനെ വഹിച്ചുകൊണ്ട് ഞാൻ വരും. നിന്നോട് കൂടെ നടക്കാമെന്ന് ദൈവത്തോട് നമുക്കൊരു തീരുമാനമെടുക്കാം. കർത്താവേ, ഒരിക്കൽ കൂടി ഞങ്ങളെ ഒന്ന് ദർശിക്കണമേ. ദുഃഖിച്ച് കരഞ്ഞ് 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 തളർന്നിരിക്കുകയാണ് ദൈവമേ. ദുഃഖിച്ച് 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 കണ്ണീർ വറ്റിയിരിക്കുകയാണപ്പാ. മനുഷ്യനിൽ ആശ്രയിച്ച് വിശ്വസിച്ച് ചോദിച്ച് ചോദിച്ച് നിരാശയിൽ ഞങ്ങൾ തകർന്നു പോയിരിക്കുകയാണ്. എന്റെ നിലവിളി കേൾക്കുന്ന, എന്റെ പ്രാർത്ഥന കേൾക്കുന്ന ഒരു വലിയ ദൈവം എനിക്കുണ്ട്. എന്റെ അപേക്ഷ കേൾക്കുന്ന ഒരു ദൈവം എനിക്കുണ്ട്. എന്റെ പാപത്തിന് പകരം പ്രായശ്ചിത്തം ചെയ്തതായ ഒരു കർത്താവ് എനിക്കുണ്ട്. പിശാചിന്റെ കെട്ടുകളിൽ നിന്ന് എന്നെ വിടുവിക്കുവാൻ കഴിയുന്ന വിജയശ്രീ ലാളിതനായ ഒരു കർത്താവ് എനിക്കുണ്ട് എന്നുള്ള ധൈര്യം ഞങ്ങൾക്ക് നൽകണമേ കർത്താവേ. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് എങ്കിലും നിങ്ങൾ ധൈര്യപ്പെടുവിനെന്ന് നീ പറഞ്ഞല്ലോ. ധൈര്യപ്പെടുവാൻ സഹായിക്കണമേ. ഈ ലോകത്തിൽ ഓരോ ദിവസങ്ങളിലും പലവിധമായ പ്രശ്നങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിന് നേരെ വരുമ്പോൾ അവയെല്ലാം നിന്റെ പാദപീഠത്തിലേക്ക് വെച്ചിട്ട് നിസ്സാരമായ ഈ കഷ്ടങ്ങളിൽ ഭയപ്പെട്ടു പോകാതെ വലിയൊരു ദൈവം എനിക്കുണ്ടെന്ന് വിശ്വസിച്ച്
നിന്നിലേക്ക് ആശ്രയിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. എന്നെ കൈവിടാത്ത ഉപേക്ഷിക്കാത്ത ഒരു ദൈവമുണ്ടെന്നുള്ളതായ ആനന്ദത്തോടുകൂടി, തൃപ്തിയോടെ, വിശ്വാസത്തോടുകൂടി ഇവിടെ നിന്ന് കടന്നു പോകുവാൻ സഹായിക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിൽ പലപ്പോഴും ദുഃഖങ്ങൾ ഉണ്ടാകുന്ന സമയത്ത്, പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുമ്പോൾ, ആവശ്യങ്ങൾ ഉണ്ടാകുമ്പോൾ, കഷ്ടത വരുമ്പോൾ നിന്റെ സന്നിധിയിൽ മുഴങ്കാൽ മടക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ ഹൃദയത്തെ നിന്റെ സന്നിധിയിൽ പകരുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങൾ വിശ്വസിക്കുന്ന ദൈവം വലിയ ദൈവമാണെന്ന് ഞങ്ങളുടെ ചുറ്റുപാടുമുള്ള ആളുകൾ തിരിച്ചറിയേണ്ടതിന് ഞങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ അത്ഭുതങ്ങൾ ചെയ്യണമേ. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ. നമ്മുടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശുക്രിസ്തുവിന്റെ കൃപയും ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും സഹവാസവും നാം ഓരോരുത്തരോടും പ്രാർത്ഥിച്ച സകല വിഷയങ്ങളോടും ഇന്നു മുതൽ എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. യേശുവേ, 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 യേശുവേ. നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും, നീ മാത്രം രാജാവെന്നും. നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും, നീ മാത്രം രാജാവെന്നും. യേശുവേ, 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 യേശുവേ.